ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ശരീരത്തിന് ഗുണം കിട്ടുന്ന രീതി എങ്ങനെയാണെന്നും മരുന്നായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നും ഈ വീഡിയോയിൽ കൂടി നമുക്ക് പരിചയപ്പെടാം. പണ്ട് തൊട്ടേ നമ്മൾ പാല് കുടിക്കാറുണ്ട്. ഒരു ഗ്ലാസ് പാലിൽ 146 കലോറി ഊർജവും ഏകദേശം 8 ഗ്രാം പ്രോട്ടീനും 8 ഗ്രാം ഫാറ്റും വൈറ്റമിൻസും ഉയർന്ന അളവിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നത്. നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും പല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ്. വ്യായാമത്തിന് മുമ്പായി ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാണ്. വ്യായാമം ചെയ്യുമ്പോൾ മസിലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് പാലിനകത്തുള്ള പ്രോട്ടീൻ ഉപകാരപ്രദമാണ്. ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പോഷണം ലഭിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും പാൽ കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പശുവിൻ പാൽ അത്ര പെട്ടെന്ന് ദഹിക്കില്ല. വരണ്ട ചർമ്മമുള്ളവർക്ക് നിറം വർദ്ധിക്കാനും അലർജികൾ കുറയാനും മുഖക്കുരു കുറയാനും നല്ലതാണ്. നമുക്ക് ഫാക്ടറികളിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും കിട്ടുന്ന പാൽ ഒരുപാട് പശുക്കളിൽ നിന്നും എടുക്കുന്ന പാലുകളാണ്. ഇത് നമുക്ക് ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും ഉണ്ടാക്കുന്നു. കാരണം പഠനത്തിൽ പറയുന്നത് ഗർഭിണിയായിരിക്കുന്ന പശുവിൻ്റെ പാലിൽ ഏകദേശം നോർമൽ ഉള്ളതിനേക്കാൾ 20 ഇരട്ടി ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്നു. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും ഉണ്ടാക്കുന്നു. പണ്ടൊക്കെ പശുക്കൾ പുല്ലുകളും വീടുകളിലുണ്ടാകുന്ന ഭക്ഷണങ്ങളും മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പാൽ കൂട്ടുന്നതിനും വേണ്ടി മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന തീറ്റകൾ പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. ഇതിൽ പല രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പശുക്കളുടെ പാൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരം പെട്ടെന്ന് വണ്ണം വെക്കാൻ കാരണമാകുന്നു. പാലുകൾ മരുന്നായി ഉപയോഗിക്കുന്ന രീതി: പാൽ തിളപ്പിക്കുമ്പോൾ അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർക്കുക. ശരിയായ രീതിയിൽ മഞ്ഞളിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർക്കണം. ഇത് ചുമ, ജലദോഷം, രക്തശുദ്ധീകരണം, സന്ധിവേദന, തലവേദന, പ്രമേഹം, ശരീരഭംഗിക്ക്, ആർത്തവ വേദനയ്ക്ക് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ടർമറിക് മിൽക്ക് നല്ലതാണ്. വിരശല്യം മാറാൻ പാലിൽ വെളുത്തുള്ളി അരച്ച് കുടിക്കുക. മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാൻ ഉലുവ പാലിൽ അരച്ച് പുരട്ടുക. പാലും തേനും അല്ലെങ്കിൽ പാലും കസ്തൂരിമഞ്ഞളും മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും. പാലിൽ പഞ്ചസാരയ്ക്കു പകരം തേൻ ചേർക്കുക, എന്നാൽ പ്രതിരോധശേഷി വർദ്ധിക്കും. പാൽ കുടിക്കുന്നവർക്കും ചായയും കാപ്പിയും ജ്യൂസും മറ്റും ഉണ്ടാക്കി കുടിക്കുന്നവർക്കും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന് കാരണം പ്രായമായവർക്ക് ആമാശയത്തിന് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പാലിനേക്കാൾ തൈര് കഴിക്കുന്നതാണ് ഉത്തമം. നമുക്ക് പാലിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് തൈരിൽ നിന്നും കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പാൽ കുടിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൈര് കൊടുക്കുക. പാൽ കഴിച്ചാൽ ഗ്യാസ് ശല്യമോ വയറിന് പ്രശ്നമോ അലർജിയോ കഫക്കെട്ട്, ആസ്മ എന്നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് പാൽ തൈരായിട്ടും മോരായിട്ടും കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.